എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെ മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ഇന്നത്തെ വിശേഷത്തില് മഹേഷ് തന്റെ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഹേഷിനൊരു കോൾ വരുന്നത്. മഹേഷ് ആ കോൾ എടുക്കുകയാണ്. കോൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ മഹേഷിന് എന്തെന്നില്ല സന്തോഷം. ശരി സാർ, നാളെ ഫ്രീ ആണ്, അന്ന് നാളെ കാണാം, ഓക്കെ എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യണം. അപ്പോഴേക്കും വിവേകം കൊണ്ട് കയറി വന്നു. എം ഡി ആണോ, ചീത്ത പറയാൻ വേണ്ടി വിളിച്ചാണെന്ന് ചോദിക്കും. എടാ, ഒരു തെറ്റ് പറ്റിയെന്ന് ഓർത്തോണ്ട് എപ്പോഴും അങ്ങനെ തെറ്റു പറ്റുമോ എന്ന് പറഞ്ഞോണ്ട് എം ഡി എന്നെ എപ്പോഴും വിളിച്ച് ചീത്ത പറഞ്ഞോണ്ടിരിക്കുവാണോ? അല്ല, ഞാൻ ചോദിച്ചാ ഇതൊന്നും അല്ല, പിന്നെന്താ? എടാ, ഖത്തറിന്നുള്ള കോളാന്ന് പറയണ. ഖത്തറിന്നുള്ള കോളോ? നമുക്ക് വലിയൊരു ബിസിനസ് ഡീൽ വരാനായിട്ട് പോവാ. അവിടുത്തെ ചീഫ് എഞ്ചിനീയറെ ഇപ്പനെ വിളിച്ച് എന്നെ ഒന്ന് കാണണം, നാളെ മീറ്റ് ചെയ്യണമെന്ന്. നമ്മുടെ കമ്പനിയുടെ കേപ്പബിലിറ്റീസ് ഒക്കെ നോക്കാനായിട്ട് നാളെ വരുന്നുണ്ട്. അവർക്ക് വലിയൊരു പ്രോജക്റ്റ് നമ്മളെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാ. അത് 50 കോടി പോയതുപോലെ അല്ല, 200 കോടി രൂപയുടെ പ്രോജക്റ്റാന്ന് പറയണം. ഇത് കേട്ടതും ഒരു നിമിഷം വിവേക് പറഞ്ഞു, അത് കിട്ടുമോ? കിട്ടണമല്ലോ. കാരണം ഇത്രയും ദിവസം ഞാനിച്ചിരി ഉഴപ്പായിരുന്നു, അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും അറിയാനുണ്ട്. പക്ഷെ ഇനി അങ്ങനെയല്ലെന്ന് പറയണം. അതെ, നിനക്ക് സെന്റിമെന്റ്സും കാര്യങ്ങളോ ചിപ്പിമോളോടുള്ള, അതാണ് നീ ഇപ്പൊ ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാതിരുന്നേന്ന് പറയാം. അതൊന്നും സാരമില്ല. പിന്നെ ആ ഖത്തറുള്ള പ്രോജക്റ്റിന് ഇത് ആകാശ് മേനോനും ഇത് വെച്ചിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞ്, കൊട്ടേഷൻ വെച്ചിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞെന്ന് പറയാം. ഇത് കേട്ടപ്പം മഹേഷ് ഓഹോ, അങ്ങനെയാണെങ്കിൽ അവൻ ഏത് വിധേനയും ആ സ്വന്തമാക്കാൻ ശ്രമിക്കുമെന്ന് പറയാം. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്ന് ആകാശ് പറയണം. അതെ, നിന്റെ ആദ്യം മനസ്സിലുള്ള ടെൻഷനൊക്കെ മാറ്റിക്കളാം മഹേഷെ. അധികം വൈകാതെ തന്നെ ചിപ്പിമോളെ സ്വന്തമാകും. കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച, അതിനുള്ളിൽ തന്നെ കോടതി കേസ് വരുമല്ലോ. പിന്നെ നീ എന്തിനാ പേടിക്കണേ? കേസ് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിപ്പിമോള് നിന്റെ സ്വന്തം അല്ലേന്ന് ചോദിക്കാം. അതൊക്കെ ശരിയാ, പിന്നെന്താ കുഴപ്പം? നീ പേടിക്കാതിരിക്കാൻ പറയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്ന ആകപ്പാടെ തകർന്ന മനസ്സോട് കൂടിയിട്ട് സ്വപ്നവല്ലി വീട്ടിലേക്ക് കയറി വരിക. ആ സമയത്ത് അവിടെ രാമനാഥൻ ഉണ്ടായിരുന്നു. രാമനാഥൻ ഇങ്ങനെ അകത്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ സ്വപ്നവല്ലി ഇത് എങ്ങോട്ടായിരിക്കും പോയിരിക്കുന്നത് എന്നോർത്തോണ്ടിരിക്കുമ്പോഴത്തേനുമാണ് സ്വപ്നത്തിന്റെ വരെ. ആഹാ സ്വപ്നം, നീ ഇത് എവിടെ പോയതായിരുന്നു ചോദിക്കുക. സ്വപ്നവല്ലിക്ക് പെട്ടെന്നൊരു ഞെട്ടലുണ്ടായി. അല്ല, ഇതെന്താ രാമൻ സിനിമ കാണാൻ പോകുന്നു പറഞ്ഞു. സിനിമ കാണാൻ പോയില്ലെന്ന് നിൽക്കോ? ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് സിനിമ കാണാൻ ഒരു മൂഡ് തോന്നിയില്ല. അപ്പോഴെനിക്ക് തോന്നി, ഒരു പക്ഷെ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് സ്വപ്നത്തിന് എന്തോ ഒരു പ്ലാൻ ഉണ്ടെന്ന്, എന്തോ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോന്നെന്ന് പറയണേ. അതുകൊണ്ടല്ലേ ഇപ്പൊ കള്ളത്തരം കണ്ടുപിടിക്കാൻ പറ്റിയ? സത്യം പറ, സ്വപ്നം ഇങ്ങോട്ടാ പോയെന്ന് ചോദിക്കാം. അല്ല, അത് പിന്നെ ഞാന് ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ഞാൻ ചിപ്പിമോളെ കാണാൻ പോയതെന്ന് പറയാണ്. ചിപ്പിമോളെ കാണാനോ? അതെ, രചനയുടെ വീട്ടിലേക്ക്. എന്നിട്ട് കണ്ടു. പക്ഷെങ്കിൽ മിണ്ടാൻ പോലും ഒന്നും കൂട്ടാക്കില്ല. അല്ല, മിണ്ടാൻ പോലും സമ്മതിപ്പിച്ചില്ല ആ രചന എന്ന് പറയാണ്. എന്താ അങ്ങനെ? ഞാൻ കുഞ്ഞിനെ കണ്ട് സംസാരിച്ച് അവൾക്ക് പേടി, കുഞ്ഞെന്റെ കൂടെ പോരുമെന്ന്. ചിപ്പിമോള് ഭയങ്കര കരച്ചിലായിരുന്നു രാമ. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. എനിക്ക് അച്ഛമ്മയുടെ കൂടെ പോണെന്ന് പറഞ്ഞ് കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എന്റെ ചങ്ക് പെടഞ്ഞു പോയെന്ന് പറയാം. ഞാൻ കുറെ പലഹാരങ്ങളൊക്കെ മാലദീനം കൊണ്ട് ഉണ്ടാക്കിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം അവള് വലിച്ചെറിഞ്ഞു പറയാം. അത് പിന്നെ ഇപ്പൊ നീ പോണ്ട കാര്യം ഉണ്ടായിരുന്ന സ്വപ്നം. ഒന്നാമത്തെ കാര്യം, കേസ് കോടതി കിടക്കുക. ചിപ്പിമോളെ ആരുടെ കൂടെ വിടുമെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തില് നീ ഒരു പ്രശ്നമായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നാളെ ചിപ്പിമോളെ കിട്ടാനുള്ള അത് വലിയ ബുദ്ധിമുട്ടാവത്തില്ലേ? അതൊന്നും ഞാൻ ചിന്തിച്ചില്ല രാമ. എനിക്ക് എന്റെ മോളെ കുറിച്ച് മാത്രമായിരുന്നു ചിന്ത. എനിക്ക് എന്റെ മോളെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പോയെന്ന് പറയാം. പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ലെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രാമഭദ്രൻ പറഞ്ഞു, അതെ, ചിന്തിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ നമ്മൾ ചിന്തിക്കണം. എടുത്തു ചാടി തീരുമാനം ഒന്നും എടുക്കാൻ പാടില്ല. അറിയാലോ, അവിടെ പോയി ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവര് കേസ് കൊടുത്താൽ എന്ത് ചെയ്തേനെ? അതൊക്കെ ശരി തന്നെയാ. പക്ഷെ എനിക്ക് എന്റെ മോളെ കാണേണ്ടി നിൽക്കും. എനിക്കറിയാം സ്വപ്നം, നിന്റെ മാനസികാവസ്ഥ എന്താന്ന്. ഇപ്പൊ ഞാൻ സഹിക്കുന്നില്ലേ? ഇതേ നമ്മളെക്കാൾ കൂടുതലായിട്ട് ഇതേ മഹേഷ്, അവനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. നേരത്തെ ആണെങ്കിൽ അവന് ചിപ്പിമോളോട് അങ്ങനെ സ്നേഹവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. അവന് ചിപ്പിമോളെന്ന് വെച്ചാൽ അത്രയ്ക്ക് ജീവനാ. അപ്പൊ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചിപ്പിമോളെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും നീ ചെന്ന് അവൾക്ക് ഇഷ്ടപ്പെടാതെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നാളെ അത് മഹേഷിനെ കൂടെ ബാധിക്കുന്ന കാര്യല്ലേ? ശരിയാ രാമ, ഞാൻ പറഞ്ഞതിനെ കുറിച്ച് ഇപ്പോഴാണ് ഞാൻ ഗൗരവമായിട്ട് ചിന്തിക്കുന്നത് തന്നെ. പക്ഷെങ്കിൽ അവൾ ഒരിക്കലും എന്നോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഒന്നുമില്ലെങ്കിലും ഞാൻ ആ കുഞ്ഞിനെ നോക്കി വളർത്തി ഇത്രയും വലുത് ആക്കിയതല്ലേന്ന് ചോദിക്കുകയാണ്. അത് ശരിയാ, അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ സ്വപ്നം എന്ന് പറയാം. ആ സമയത്ത് മഹേഷ് എന്ത് ചെയ്യുക? മഹേഷ് തന്റെ മുറിയിൽ ഇങ്ങനെ ചിപ്പിമോളെ ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇത്രയും കാലം അടുത്തുണ്ടായിരുന്ന സമയത്ത് നിന്നെ എനിക്ക് സ്നേഹിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഇപ്പോഴാണ് നിന്റെ സ്നേഹം ഞാൻ തിരിച്ചറിയുന്നത്. സോറി മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ചിപ്പിയുടെ ഒരു ഫോട്ടോ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. മഹേഷിന് എന്തെന്നില്ലാത്ത സങ്കടം തോന്നി. കണ്ണൊക്കെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അപ്പോഴാണ് ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. പരിചയമില്ലാത്ത നമ്പരാ. അങ്ങനെ മഹേഷ് എടുത്തു. അതെ, ഞാൻ ചിപ്പിമോളുടെ ആയയാന്ന് പറയണം. ഇത് കേട്ടത് മഹേഷിന് സന്തോഷമായി. അതെ, ഞാൻ ചിപ്പിമോൾക്ക് കൊടുക്കട്ടെ എന്ന് ചോദിക്കാം. കൊടുക്കാൻ പറയാം. അങ്ങനെ ചിപ്പിമോള് ഡാഡിന്നും പറഞ്ഞ് വിളിക്കുകയാണ്. മഹേഷിന് എന്തെന്നില്ലാത്ത സന്തോഷം. മോൾക്ക് സുഖമാണ്. ഡാഡിക്കോ?
ഡാഡിക്ക് സുഖമാന്ന് പറയാണ്. അതെ, മോൾക്ക് ഡാഡിയുടെ അടുത്തേക്ക് വരാൻ തോന്നുവാന്ന് പറയാം. സാരമില്ല കേട്ടോ, അടുത്ത ആഴ്ച മോളെ ഡാഡി കൊണ്ടുവരാന്ന് പറയാം. അതെ, ഇന്ന് തന്നെ ഷിയാമ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷിയാമ കണ്ടു പറഞ്ഞു ഡാഡിയുടെ അടുത്ത് കൊണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറെ സമയം വർത്താനം പറഞ്ഞിട്ടാ പോയെന്ന് പറയാം. അങ്ങനെ കുറച്ച് സമയം കൂടെ മഹേഷ് ചിപ്പിയായിട്ട് വർത്താനം പറയുന്നുണ്ട്. അതിനുശേഷം ഗുഡ് നൈറ്റും ഒരു ഉമ്മയൊക്കെ കൊടുത്തതിന് ശേഷമാണ് മഹേഷ് കോള് കെട്ടിയുന്നത്. മഹേഷിന് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി. ഈ സമയം മാഷും പ്രിയാമണിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയാമണി പറഞ്ഞു, ദേ സൂരജ് മോനെ ഫ്ലാറ്റൊക്കെ ഒന്ന് ചുറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് ആഷു കൊണ്ടുപോയിക്കുക. അതെങ്ങനെ കുഞ്ഞുനാൾ മുതലേ ആഷു ഇഷിതം കളിച്ചു വളർന്ന സ്ഥലമല്ലേ, അവിടെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുക എന്ന് പറയണം. ഈ സമയം മാഷ് എന്ത് ചെയ്യുക, പത്രം വായിച്ചോണ്ടിരിക്കുക. ഇതെന്ത് വായനയാ മാഷിന്ന് ചോദിക്കും. എന്ത് ഈ പത്രം വായിക്കുന്നേ? ഓ, രാവിലെ ഒന്ന് വായിച്ചല്ലേ? അത് രാവിലെ വായിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ത്? അതെനിക്ക് ഇഷ്ടമില്ല, രാഷ്ട്രീയമാന്ന് പറയണം. ഓ, രാഷ്ട്രീയം ഒന്നും മിണ്ടായിരിക്കുക, എനിക്ക് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യമാണ്. കുറെ ആൾക്കാരുണ്ട് രാഷ്ട്രീയക്കാര്, അവരുടെ പിന്നണിക്കാര് എല്ലാം കൂടെ കട്ടുമുടിച്ച് തിന്നാൻ വേണ്ടി മാത്രം ഇരിക്കുന്നതെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മാഷ് പറഞ്ഞു, ആഹാ കൊള്ളാലോ. അപ്പൊ നീ ഒരു കാര്യം ചെയ്തു, ഇപ്പൊ ആണ്ടെ പുതിയ NCPയുടെ ഒരു നേതാവും കൂടെ വരുന്നുണ്ട്, വിനോദ് മാളിയേക്കൽ. അതാരാ? അതിൽ പുതിയ ആളാ, അവനും കൂടെ കേരളത്തിലേക്ക് വരുന്നുണ്ടെന്നാ പറഞ്ഞേ. അങ്ങനെയാണ് രാഷ്ട്രീയത്തിന്റെ ഭാവി എന്താവും അറിയത്തില്ല. അത് മാഷേ, എനിക്ക് ഈ രാഷ്ട്രീയമൊന്നും അറിയത്തില്ല, എനിക്ക് എന്റെ മോളുടെ ജീവിതത്തെക്കുറിച്ച് അറിയത്തുള്ളൂ എന്ന് പറയണം. ഓ, ആഷിനെ കുറിച്ചായിരിക്കും അല്ലേ? അതെ, ആഷിനെ കുറിച്ച് അറിയാലോ. അവളെ എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞുകൊണ്ടേ ഇങ്ങനെ നിർത്തിയിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇഷുവിനെ കൊണ്ടത് സംസാരിപ്പിക്കാന്ന് പറയണം. അവള് വരട്ടെ, അവൾ ഇതിലൊരു സമയമായിട്ട് വന്നിട്ടില്ലോ എന്ന് പറയാം. അപ്പോഴെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷിത അങ്ങോട്ട് വരുന്നേ. അതേ, മോള് വന്നല്ലോ എന്ന് പറയണം. എന്താ രണ്ടുപേരും കൂടെ ഒരു ഗൂഢാലോചന? ഒന്നുമില്ലെന്ന് പറയണം. പിന്നീട് അതെ, ഞങ്ങൾ ആഷിതയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത്, എനിക്ക് മനസ്സിലായി. അവളെ നമുക്ക് അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. അത് ഒരു കാര്യം ചെയ്യും, മോളൊന്ന് സംസാരിക്കുക. ഞങ്ങൾ ആരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അനുസരിക്കില്ല. മോൾ പറയുവാണെങ്കിൽ ഉറപ്പായിട്ടും അനുസരിക്കും. മോൾക്കാണെങ്കിൽ അതിനെ തഞ്ചത്തി പറയാനായിട്ട് സാധിക്കും എന്ന് പറയാം. അതൊക്കെ ഞാൻ ഏറ്റു. ഞാൻ ആശ്രയിച്ചോടും സംസാരിക്കാന്ന് പറയാണ്. പിന്നീട് ആഷിതയും കൂട്ടിക്കൊണ്ട് ഇഷ്ടത താഴേക്ക് പോവാണ്. അങ്ങനെ അവിടെ പോയി ഇരുന്നിട്ട് ആഷിതയോട് ഇങ്ങനെ ഓരോന്നങ്ങ് സംസാരിക്കാൻ തുടങ്ങി. ആഷിത പറഞ്ഞു, അശു നിനക്കറിയാലോ ഞാൻ ആ വീട്ടിൽ എത്രമാത്രം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കറിയാം ആഷിതേച്ചി, നമ്മളൊരു കാര്യം ചിന്തിക്കണം. ഒരു വള്ളി അല്ലെങ്കിൽ ഒരു നൂല് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സൈഡിൽ നിന്ന് മുറുക്കെ പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊട്ടുവെന്നല്ലാതെ വേറെ എന്തെങ്കിലും സംഭവിക്കുമോ? അതുപോലെ തന്നെയാണ് ഇപ്പൊ ചേച്ചിയുടെ മനസ്സിലുള്ള കാര്യം എന്താന്ന് എനിക്കറിയാം. ഈശ്വരേട്ടൻ വന്ന് വിളിക്കട്ടേന്ന്, അതല്ലേ മനസ്സിലുള്ളേ? അതെനിക്കറിയാം. നിനക്ക് എന്റെ മനസ്സ് വായിക്കാൻ പറ്റുമെന്ന് എനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമല്ലേ? അപ്പം അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ജീവിതം മുന്നോട്ട് പോകും? ചേച്ചി വാശി പിടിച്ചിരിക്കുമ്പോൾ ഒരുപക്ഷെ ഈശ്വരേട്ടൻ വാശി പിടിച്ചാലോ? കാരണം മനസ്സിനി അമ്മയുടെ മോനാണ് ഈശ്വരേട്ടൻ, ആ കാര്യം മറക്കണ്ട. ചേച്ചിയുടെ ഭർത്താവാണ് ഈശ്വരേട്ടനെങ്കിലും മനസ്സിന്റെ അമ്മയുടെ മോനും കൂടെയാണ്. അപ്പൊ രണ്ടിടത്തും ഈശ്വരേട്ടൻ നിൽക്കേണ്ടതായിട്ട് വരുമെന്ന് പറയണം. അത് ശരിയാ. അതുകൊണ്ട് നമ്മുടെ ഭാവം മാത്രമല്ല അവരുടെ ഭാവം കൂടെ ചിന്തിക്കണം. ഇനി ഇപ്പൊ ഈശ്വരേട്ടൻ വന്ന് വിളിക്കുന്ന നോക്കിയിരിക്കേണ്ട ചേച്ചി അങ്ങോട്ടേക്ക് പോണെന്ന് പറയാം. അതെങ്ങനെ ശരിയാവും? അതേ ശരിയാവത്തുള്ളൂ. ഒരു കാര്യം ചെയ്യാം, തന്നെ പോകാൻ മടിയുണ്ടെന്ന് എനിക്കറിയാം, അച്ഛനെയും കൂടെ കൂട്ടി വിടാന്ന് പറയണം. അല്ല, അച്ഛനെയും കൂടി വീട്ടിൽ വിട്ടാലും എന്താ പേടിയുണ്ടോ? ഒന്നും സംഭവിക്കില്ല. ഇനിയിപ്പം അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും വഴക്കുണ്ടാക്കിയിട്ട് ഇറങ്ങി പോകാനൊക്കെ പറഞ്ഞാലോ? അതോർത്തിട്ടാണോ പേടി? അങ്ങനെ ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് അച്ഛൻ നോക്കിക്കോളും. അച്ഛന്റെ ക്ഷമ അറിയാലോ, ഭൂമിയോളം അച്ഛൻ താന്നു കൊടുക്കും. പിന്നെ എന്തിനാ ആശ്രയിച്ച് പേടിക്കണ കാര്യം എന്താന്ന് ചോദിക്കണം. അത് ശരിയാ, പക്ഷേങ്കിൽ ഒരു പേടിയും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക. സൂരജ്മോന്റെ കാര്യം തന്നെ ഓർത്ത് വെക്കേ. അല്ലെങ്കിൽ ചേച്ചിയുടെ വിചാരം എന്താ, സൂരജ്മോനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ നിർത്തി പഠിപ്പിക്കാന്നോ? അത് പിന്നെ കൂടുതൽ കാര്യങ്ങൾ വഷളാവാനല്ലേ സാഹചര്യം ഒരുക്കുള്ളൂ. അതുകൊണ്ട് അതിന്റെ കാര്യമൊന്നുമില്ല. ചേച്ചി വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോണെന്ന് എന്റെ ആഗ്രഹം. പിന്നെ അറിയാലോ, ഈശ്വരൻ എന്തിനും സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്താ കുഴപ്പമെന്ന് വെക്കും. അതൊക്കെ ശരി തന്നെയാ. അങ്ങനെ ആഷിതനെ ഒരു വ്യക്തി ഇഷിത പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാണ്. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ആഷിത പോകാനായിട്ട് ഇറങ്ങുവാണ്. അപ്പം മാഷും കൂടെ പോകാനായിട്ട് തുടങ്ങുവാണ്. ഈ സമയം സൂരജ്മോനും ഇഷിതയും കൂടെ താഴെ സംസാരിച്ചുകൊണ്ടിരിക്കുക. സൂരജ്മോൻ പറഞ്ഞു, ഇതുവരെയായിട്ട് അമ്മേനെ ഞാൻ കാണുന്നില്ലോ, അവര് വരും. അതെ, വീട്ടിൽ ചെന്നിട്ട് മോൻ നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യണമെന്ന് പറയാം. ഞാൻ പഠിച്ചോളാന്ന് പറയാണ്. ഇതേ ഈ അമ്മയുടെ ഒരു കാര്യം, അമ്മയ്ക്ക് ഭയങ്കര പേടിയാന്നേ. എന്ത് ചെയ്യാനാന്ന് പറ. പിന്നെ എന്റെ അച്ഛമ്മയുടെ സ്വഭാവം അറിയാലോ. അച്ഛമ്മ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ അച്ഛനൊന്നും മിണ്ടത്തില്ല, എസ് എന്ന് മാത്രമേ പറയത്തുള്ളൂ. അച്ഛൻ ആകെപ്പാടെ അറിയാവുന്ന ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്ന് പറയാം. അച്ഛമ്മക്കിട്ട് 2 പണിയുടെ കുറവുണ്ട്, അത് ഞാൻ കൊടുത്തോളാന്ന് പറയാം. അച്ഛനാണെങ്കിൽ ഒന്നും മിണ്ടാത്തോണ്ടാന്ന് പറയണം. അച്ഛൻ പാവമായിട്ടല്ലേന്ന്. പിന്നെ പാവം, അച്ഛനൊരു ശുദ്ധനാന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ശുദ്ധൻ ദുഷ്ടന്റെ ബലം ചെയ്യുന്നല്ലേ പറയണേ ഇഷിതാമേന്ന് ചോദിക്കാം. നീ ആള് കൊള്ളാലോടാന്ന് സൂരജിനോട് ഇഷിത പറയാണ്.
അപ്പോഴേക്കും ആഷിതയൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. അതെ, ഞാൻ പോയിട്ട് വരട്ടെ മോളെ എന്ന് പറയണം. അങ്ങനെ കെട്ടിപ്പിടിച്ച ഉമ്മയൊക്കെ വെച്ചിട്ട് ആഷിതേ സൂരജ്മോനും മാഷും കൂടെ പോവാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു ഓട്ടോറിക്ഷ വന്നു. ഓട്ടോറിക്ഷയിൽ നിന്ന് ചിപ്പിമോള് ഷിയാമ എന്ന് പറഞ്ഞ് ഓടി അങ്ങോട്ട് വന്ന് ഇഷിതനെ കെട്ടിപ്പിടിക്കണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നത്.